സിൽവിയ പ്ലാത്ത് ആരായിരുന്നു എന്നറിയാമോ? അവർ അമേരിക്കയിൽ ജീവിച്ചിരുന്ന വളരെ കഴിവുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു. കവിതകളും നോവലുകളുമാണ് അവർ പ്രധാനമായും എഴുതിയിരുന്നത്. അവരുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, അത് നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുന്നതായിരുന്നു. സിൽവിയ പ്ലാത്ത് ജനിച്ചത് 1932-ൽ ബോസ്റ്റൺ എന്ന സ്ഥലത്താണ്. ചെറുപ്പം മുതലേ അവർക്ക് എഴുതാൻ വലിയ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവർ കവിതകളും കഥകളും എഴുതുമായിരുന്നു. അവർ വളരെ മിടുക്കിയായിരുന്നതുകൊണ്ട് നല്ല മാർക്കുകൾ നേടുകയും പല മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. അവർക്ക് വെല്ലസ്ലി കോളേജിൽ നിന്നും പിന്നീട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു. പഠിക്കുന്ന കാലത്തും അവർ എഴുത്ത് തുടർന്നു. അവരുടെ കവിതകൾ പലപ്പോഴും അവരുടെ ഉള്ളിലെ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും കുറിച്ചുള്ളതായിരുന്നു. സിൽവിയ പ്ലാത്ത് വിവാഹം കഴിച്ചത് ടെഡ് ഹ്യൂസ് എന്ന മറ്റൊരു പ്രശസ്തനായ കവിയെയാണ്. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇടയ്ക്കിടെ വിഷാദം വരും. വിഷാദം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യത്തിലും സന്തോഷം തോന്നാത്ത ഒരു അവസ്ഥയാണ്. ഇത് ചിലപ്പോൾ നമ്മളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കും. സിൽവിയ പ്ലാത്തും അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയിരുന്നു. എഴുത്ത് അവർക്ക് ഒരു രക്ഷപ്പെടാനുള്ള വഴിയായിരുന്നു. അവരുടെ കവിതകളിലും നോവലുകളിലും അവരുടെ ഉള്ളിലെ വേദനയും നിരാശയും ദേഷ്യവുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ അതേസമയം അതിന് ഒരു പ്രത്യേക ശക്തിയും സൗന്ദര്യവും ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് ദി ബെൽ ജാർ. ഈ നോവൽ ഒരു പെൺകുട്ടിയുടെ വിഷാദത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഗ്ലാസ് താഴെയിട്ട് മൂടിയ ഒരു പാത്രം പോലെയാണ് വിഷാദം എന്ന് അവർ ഈ നോവലിൽ പറയുന്നു. അതിനകത്ത് കുടുങ്ങിപ്പോയതുപോലെ തോന്നും, പുറത്തുള്ള വെളിച്ചം പോലും കാണാൻ കഴിയില്ല. സിൽവിയ പ്ലാത്തിന്റെ കവിതകളും വളരെ ശക്തമായിരുന്നു. ഡാഡി, ലേഡി ലാസറസ് തുടങ്ങിയ അവരുടെ കവിതകൾ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള അവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെളിപ്പെടുത്തുന്നു. അവരുടെ വാക്കുകൾക്ക് ഒരുതരം ധൈര്യവും അതേസമയം ഒരുതരം ഭയവും കലർന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരുടെ കവിതകളിൽ അവർ പലപ്പോഴും സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവർ എഴുതി. അവരുടെ വാക്കുകൾ അക്കാലത്തെ പല ആളുകൾക്കും ഒരുപാട് പ്രചോദനം നൽകി. പക്ഷേ സിൽവിയ പ്ലാത്തിന്റെ ജീവിതം ഒരു ദുരന്തമായിരുന്നു. അവരുടെ വിഷാദം അവരെ ഒരുപാട് വേദനിപ്പിച്ചു. 1963-ൽ അവർ ആത്മഹത്യ ചെയ്തു. അവർക്ക് വെറും 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ. അവർ മരിച്ചെങ്കിലും അവരുടെ കവിതകളും നോവലുകളും ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അവരുടെ എഴുത്ത് പലർക്കും അവരുടെ സ്വന്തം വേദനകളെ മനസ്സിലാക്കാനും അതിനെ തരണം ചെയ്യാനും സഹായിക്കുന്നു. സിൽവിയ പ്ലാത്ത് ഒരുപാട് കാലം ജീവിച്ചിരുന്നില്ലെങ്കിലും അവരുടെ വാക്കുകൾക്ക് മരണമില്ല. അവരുടെ കവിതകളും നോവലുകളും വായനക്കാരുമായി ഇന്നും സംസാരിക്കുന്നു. അവരുടെ ധൈര്യവും സത്യസന്ധതയും പല എഴുത്തുകാർക്കും ഒരു പ്രചോദനമാണ്. അവരുടെ കഥ നമ്മെ പതിപ്പിക്കുന്നത് നമ്മളുടെ ഉള്ളിലെ സങ്കടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കുറിച്ച് തുറന്ന് സംസാരിക്കണം എന്നാണ്. നമ്മൾ ഒറ്റക്കല്ല, നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ട്. വിഷാദം ഒരു അസുഖമാണ്, അതിന് ചികിത്സ തേടണം. സിൽവിയ പ്ലാത്തിന്റെ ജീവിതം ദുഃഖകരമായിരുന്നു എങ്കിലും അവരുടെ എഴുത്ത് ലോകത്തിന് ഒരു വലിയ സമ്മാനമാണ്. അവരുടെ വാക്കുകളിലൂടെ അവർ ഇന്നും ജീവിക്കുന്നു. അവരുടെ കവിതകളിലെ ശക്തിയും അവരുടെ നോവലുകളിലെ ആഴവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ട് കൊച്ചുകൂട്ടുകാരെ, സിൽവിയ പ്ലാത്തിനെ കുറിച്ച് ഓർക്കുക. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ വികാരങ്ങളെയും ബഹുമാനിക്കുക. സന്തോഷം മാത്രമല്ല, സങ്കടവും ദേഷ്യവും പേടിയുമെല്ലാം നമ്മളുടെ ഭാഗമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കരുത്. സിൽവിയ പ്ലാത്ത് ഒരുപാട് വേദന അനുഭവിച്ചെങ്കിലും അവരുടെ എഴുത്തിലൂടെ അവർ ലോകത്തിന് ഒരുപാട് വെളിച്ചം നൽകി. അവരുടെ വാക്കുകൾ ഇന്നും പലർക്കും ഒരു താങ്ങും തണലുമാണ്. അവരുടെ ധീരതയും സത്യസന്ധതയും നമുക്ക് ഓർക്കാം.